യൂറോ കപ്പിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തി സ്പെയിൻ ഫൈനലിൽ. ഇന്ന് നടന്ന ആവേശകരമായ സെമി ഫൈനൽ പോരാട്ടത്തിൽ ഫ്രാൻസിനെതിരെ 1-2 ഗോളുകൾക്കാണ് സ്പെയിന്റെ വിജയം. മത്സരത്തിൽ ആദ്യം പിന്നിൽ പോയ ശേഷം സ്പെയിൻ ശക്തമായി തിരിച്ചു വരികയായിരുന്നു. അലയൻസ് അരീനയിൽ തുടക്കം മുതൽ മികച്ച ഫുട്ബോൾ കാണാനായി. മത്സരത്തിന്റെ 2-ാം മിനിറ്റിൽ സ്പാനിഷ് വലയിൽ ഫ്രഞ്ച് പട പന്തെത്തിച്ചു. എംബാപ്പയുടെ അളന്നു മുറിച്ചുള്ള ക്രോസ് കോളം മുവാനി ഹെഡറിലൂടെ വലയിലെത്തിക്കുകയായിരുന്നു. സമനില ഗോളിനായുള്ള സ്പെയിൻ്റെ ശ്രമങ്ങൾ ഫലം കണ്ടത് 21-ാം മിനിറ്റിൽ. 16-കാരനായ ലാമിൻ യമാൽ ബോക്സിന് പുറത്തു നിന്ന് തൊടുത്ത മനോഹരമായ ലോങ് റേഞ്ചർ ഫ്രഞ്ച് ഗോൾ കീപ്പറേയും മറികടന്ന് വലയിലെത്തി. ഇതോടെ യൂറോ കപ്പിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി യമാൽ ചരിത്രം സൃഷ്ടിച്ചു. തൊട്ടു പിന്നാലെ സ്പെയിൻ മത്സരത്തിൽ ലീഡെടുത്തു. 25-ാം മിനിറ്റിൽ ഡാനി ഓൾമോയുടെ ഷോട്ട് ഫ്രഞ്ച് ഡിഫൻഡർ കൂണ്ടയുടെ കാലിൽ തട്ടി വലയിലെത്തി. തുടർന്ന് മത്സരത്തിൽ സമനില ഗോളിനായി ഫ്രാൻസ് ശ്രമിച്ചെങ്കിലും എംബാപ്പയ്ക്കും സംഘത്തിനും ബ്രേക്ക് ത്രൂ കണ്ടെത്താനാവാതെ വന്നതോടെ സ്പെയിൻ വിജയമുറപ്പിച്ച് ഫൈനലിലേക്ക് മുന്നേറി. 2012 ശേഷം സ്പെയിൻ യൂറോ കപ്പ് ഫൈനലിലെത്തുകയാണ്. ലാമിൻ യമാലാണ് മത്സരത്തിലെ താരം. മത്സരത്തിലെ കണക്കുകളിലേക്ക് വന്നാൽ 59% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് സ്പെയിനായിരുന്നു. 6 ഷോട്ടുകളാണ് സ്പെയിൻ തൊടുത്തത്, 2 ഷോട്ട് ഓൺ ടാർഗറ്റ്. 500 പാസുകൾ 88% കൃത്യതയോടെ സ്പെയിൻ പൂർത്തിയാക്കി. 9 ഷോട്ടുകളാണ് ഫ്രാൻസ് തൊടുത്തത്, 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. 339 പാസുകൾ 83% കൃത്യതയോടെ ഫ്രാൻസ് പൂർത്തിയാക്കി. യൂറോ ഫൈനലിൽ ഇംഗ്ലണ്ട് നെതർലൻഡ്സ് മത്സര വിജയികളെയാണ് സ്പെയിൻ നേരിടുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.